3 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് RVNL. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ RVNL 0.70% ഉയർന്ന് 410 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 85,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 54.30, 52 വീക്ക് ഹൈ 431, 52 വീക്ക് ലോ 117. RVNLന് സൗത്തേൺ റെയിൽവേയുടെ സൈഡിൽ നിന്നും 156 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം RVNL എന്ന കമ്പനി പുറത്തുവിട്ട എക്സ്ചേഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് സൗത്തേൺ റെയിൽവേയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനിക്ക് 156 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. RVNLൻ്റെ തന്നെ മറ്റൊരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായ KRDCLും ചേർന്നുണ്ടാക്കിയ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിക്കാണ് ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും RVNLന് സമാനമായ ഓർഡർ ലഭിച്ചിരുന്നു. സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ സൈഡിൽ നിന്നും 191 കോടി രൂപയുടെ ഓർഡറാണ് RVNLന് ലഭിച്ചത്. സെക്ഷനിങ് പോസ്റ്റ് കൂടാതെ 2x25 കിലോവാട്ട് സിസ്റ്റം എന്നിവ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ നിന്നും RVNLന് 191 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത്. തുടർച്ചയായി ഓർഡർ ലഭിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. 350 എന്ന ലെവലിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് 425 വരെ ഉയർന്നിരുന്നു. അതിനുശേഷം സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നെങ്കിലും 385-നടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 400-ന് മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 425 തന്നെയായിരിക്കും റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. അതേസമയം 385 സപ്പോർട്ടായി പ്രവർത്തിക്കും. 385, 350 തുടങ്ങിയ ലെവലുകളാണ് RVNLനെ സംബന്ധിക്കുന്ന സ്ട്രോങ് സപ്പോർട്ട് ലെവലുകൾ. രണ്ടാമത്തെ അപ്ഡേറ്റ് ആർക്കിയൻ കെമിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ആർക്കിയൻ കെമിക്കൽ ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി 689 രൂപയ്ക്കടുത്താണ് ക്ലോസിംഗ് നൽകിയത്. 8,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 26.64, ഡിവിഡൻഡ് yield 0.4%, 52 വീക്ക് ഹൈ 837, 52 വീക്ക് ലോ 494. ആർക്കിയൻ കെമിക്കൽ എന്ന കമ്പനി ബ്രൊമൈൻ, ഇൻഡസ്ട്രിയൽ സാൾട്ട്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് തുടങ്ങിയവ എക്സ്പോർട്ട് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ആർക്കിയൻ കെമിക്കൽസിൻ്റെ ബ്രൊമൈൻ പ്രൊഡക്റ്റുകൾ പ്രധാനമായും ഫാർമ, അഗ്രോ കെമിക്കൽ, വാട്ടർ ട്രീറ്റ്മെൻറ്റ്, ഫ്ലെയിം റിട്ടാർഡൻറ്റ്, അഡിറ്റീവ്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, എനർജി സ്റ്റോറേജ് സെഗ്മെൻറ്റ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. കൂടാതെ സൾഫേറ്റ് പൊട്ടാഷ് ഫെർട്ടിലൈസർ സെഗ്മെൻറ്റിലും മെഡിക്കൽ സെഗ്മെൻറ്റിലും ഉപയോഗിക്കുന്നു. ആർക്കിയൻ കെമിക്കലുമായി ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റ് ആർക്കിയൻ കെമിക്കലിലെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയായ ഇന്ത്യ റീസർജൻസ് ഫണ്ട് സ്കീം 1, സ്കീം 2, പിരാമൽ നാച്ചുറൽ റിസോഴ്സ് എന്നീ കമ്പനികൾ ആർക്കിയൻ കെമിക്കലിൻ്റെ 10% ഇക്വിറ്റി ഷെയറുകൾ ഓഫ്ലോഡ് ചെയ്യുന്നു എന്നുള്ള അപ്ഡേറ്റാണ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 689 രൂപയ്ക്കടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. ഇപ്പോൾ 655 രൂപയ്ക്കടുത്തായിട്ടാണ് സ്റ്റോക്ക് ഓഫ്ലോഡ് ചെയ്യുന്നത്. 818 കോടി രൂപയുടെ ഫണ്ട് റൈസാണ് ഈ കമ്പനികൾ ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആർക്കിയൻ കെമിക്കൽ എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. കൂടാതെ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ളൊരു ക്യാൻഡിൽ പാറ്റേൺ വന്നതിന് ശേഷം ബ്രേക്കൗട്ടിന് തയ്യാറെടുക്കുന്ന സ്റ്റോക്കായിരുന്നു ആർക്കിയൻ കെമിക്കൽ. സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് സോണിൽ നിൽക്കുമ്പോഴാണ് ഡിസ്കൗണ്ട് സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട ന്യൂസ് വരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഒരു സെല്ലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ 650 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കും. കഴിഞ്ഞ കുറച്ച് കാലമായി ആർക്കിയൻ കെമിക്കൽ എന്ന സ്റ്റോക്ക് 600-നും 700-നും ഇടയിൽ കൺസോൾഡേറ്റ് ചെയ്യുകയായിരുന്നു. ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം 700 എന്ന ലെവലിനെ ബ്രേക്കൗട്ട് ചെയ്ത് സ്റ്റോക്ക് 825 വരെ ഉയർന്നെങ്കിലും ബ്രേക്കൗട്ട് ലെവലിനെ റീടെസ്റ്റ് ചെയ്യുന്നതിൽ സ്റ്റോക്കിന് സക്സസ് ആവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് വീണ്ടും 600, 700 എന്ന റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ആർക്കിയൻ കെമിക്കൽ ബിസിനസ് മോഡൽ പോയിൻ്റ് ഓഫ് വ്യൂ ഒരു മികച്ച സ്റ്റോക്കാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് PA ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. PA ഇൻഡസ്ട്രീസ് കഴിഞ്ഞ ദിവസം ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകി 3,782 രൂപയ്ക്കടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. 57,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 34.12, ഡിവിഡൻഡ് yield 0.30%, 52 വീക്ക് ഹൈ 4,040, 52 വീക്ക് ലോ 3,220. PA ഇൻഡസ്ട്രീസ് UK ബേസ്ഡ് കമ്പനിയായ പ്ലാന്റ് ഹെൽത്ത് കെയറിൻ്റെ സ്റ്റേക്കുകൾ 32.8 മില്യൺ പൗണ്ടിന് അക്വയർ ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഇവിടെ പെപ്റ്റൈഡ് ടെക്നോളജി പോലുള്ള ഇൻ്റലക്ച്വൽ ടെക്നോളജികളിലും പ്രൊഡക്റ്റുകളിലും എക്സ്പീരിയൻസ് ഉള്ളതും അഗ്രികൾച്ചറൽ ബയോസ്പേസ് സെഗ്മെൻറ്റിൽ സിഗ്നിഫിക്കൻ്റ് പ്രസൻസ് ഉള്ളതുമായ ഒരു കമ്പനിയാണ് PHC അല്ലെങ്കിൽ പ്ലാന്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനി. ഈ പ്ലാന്റ് ഹെൽത്ത് കെയറിൻ്റെ ഈ സ്റ്റേക്കുകൾ അക്വിസിഷൻ ചെയ്യുന്നതിന് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കഴിഞ്ഞ ദിവസം അപ്രൂവ് നൽകുകയും ചെയ്തു.
PHC എന്ന കമ്പനിക്ക് US, മെക്സിക്കോ, യൂറോപ്പ്, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട്. 2023 വർഷത്തിൽ ഏകദേശം $11 മില്യൺ കൺസോളിഡേറ്റഡ് റവന്യൂ ജനറേറ്റ് ചെയ്ത കമ്പനിയാണ്. ഗ്രോസ് മാർജിൻ 60% കമ്പനിക്ക് നിലനിർത്താനും സാധിക്കുന്നുണ്ട്. 8ലധികം പ്രൊഡക്റ്റുകളുടെ പോർട്ട്ഫോളിയോയാണ് പ്ലാന്റ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയിലുള്ളത്. ഇതോടൊപ്പം തന്നെ ചില പ്രൊഡക്റ്റുകളുടെ ഡെവലപ്മെൻറ്റ് ആൻഡ് രജിസ്ട്രേഷൻ പ്രോസസ്സ് പൈപ്പ് ലൈനിലുമാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2024 ഫിനാൻഷ്യൽ ഇയറിൽ ബയോളജിക്കൽ പ്രൊഡക്റ്റ് വഴിയുള്ള റവന്യൂ 29% ഉയരുകയും ചെയ്തിരുന്നു. PI ഇൻഡസ്ട്രീസ് പെപ്റ്റൈഡ് ടെക്നോളജി പ്ലാറ്റ്ഫോമും പ്ലാന്റ് ഇമ്മ്യൂണിറ്റി ഇൻഡ്യൂസേഴ്സും പ്രൊവൈഡ് ചെയ്യുന്ന PHCയെ അക്വയർ ചെയ്യുന്നത് വഴി കമ്പനി ഡബിൾ എൻജിൻ ഗ്രോത്ത് കൈവരിക്കും എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ഇവിടെ PI ഇൻഡസ്ട്രീസ് മുമ്പ് നടത്തിയ QIP അല്ലെങ്കിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ് വഴിയുള്ള ഫണ്ടാണ് അക്വിസിഷന് വേണ്ടി പ്രധാനമായും പ്രയോജനപ്പെടുത്തുക. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ PI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. 4000 സ്റ്റോക്കിൻ്റെ പ്രധാന റെസിസ്റ്റൻസ് 3775 സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. കാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ട്രയാങ്കുലർ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 4000 റെസിസ്റ്റൻസും അതിനുശേഷം ട്രെൻഡ് ലൈൻ സപ്പോർട്ടോടുകൂടി സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുന്ന ഒരു ട്രെൻഡാണ് കാണുന്നത്. ആദ്യം 2022 സ്റ്റോക്കിന് 2500 രൂപയുടെ സപ്പോർട്ടായിരുന്നു. അത് 2023 ആയപ്പോൾ 3000 രൂപയിലെ സപ്പോർട്ടിലേക്ക് ഉയർന്നു. പിന്നീട് 3500 രൂപയുടെ സപ്പോർട്ടിലേക്ക് ഉയർന്നു. ഇപ്പോൾ സ്റ്റോക്ക് 3775 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 4000 എന്ന റെസിസ്റ്റൻസിലേക്ക് സ്റ്റോക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയും ട്രയാങ്കുലർ ബ്രേക്കൗട്ട് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും പൊസിഷണൽ പോയിൻ്റ് ഓഫ് വ്യൂവും PI ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.